വീട്ടിലെന്നും വഴക്കാണോ? നമ്മൾ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു പുരുഷന്റെ ഒപ്പം ജീവിക്കുമ്പോൾ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാ സ്ത്രീകളും ദയവായി കണ്ട് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ വീട്ടിലെന്നും വഴക്കായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഞാനും ഇപ്പോഴാണ് വായിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും വീഡിയോ കാണാം കേട്ടോ. റിലേഷൻഷിപ്പിലാകുന്ന സ്ത്രീയുടെ കണ്ണിൽ എപ്പോഴും അവരുടെ പുരുഷൻ ഒരു ഹീറോ ആയിരിക്കും. അതിന് മറ്റാർക്കും ആരുമല്ലെങ്കിലും സ്ത്രീകൾക്ക് അവരുടെ പാർട്ട്നേഴ്സ് ഡെഫിനറ്റ്ലി ഹീറോസ് തന്നെയാണ്. ബട്ട് റിലേഷൻഷിപ്പിലാവുന്നതോടുകൂടി അവരുടെ ഹീറോസിനെ അവരുടെ മനസ്സിലുള്ള ഹീറോ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ശ്രമം തുടങ്ങും. അങ്ങനെ അവരൊരു ഹോം ഇംപ്രൂവ്മെന്റ് കമ്മിറ്റി അങ്ങ് തുടങ്ങും. ഈ കമ്മിറ്റി തുടങ്ങുക മാത്രമല്ല, അതിനായിട്ട് അവരങ്ങോട്ട് പരിശ്രമിക്കാൻ തുടങ്ങും. ഇങ്ങനെ പരിശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇങ്ങനെ പരിശ്രമിക്കുമ്പോൾ പുരുഷന്മാര് വിചാരിക്കുന്നത് വേറെ രീതിയിലാണ്. പുരുഷന്മാർക്ക് ഒരിക്കലും ഉപദേശങ്ങൾ ഇഷ്ടമല്ലടോ. അത് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആണുങ്ങൾക്ക് പോലും ഉപദേശങ്ങൾ ഇഷ്ടമല്ല. നമ്മൾ അവരെ അങ്ങനെ അങ്ങോട്ട് നന്നാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങൾ അവര് വിചാരിക്കുന്നത് എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് അവര് വിചാരിക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് സ്ട്രെസ് ആവും, ദേഷ്യമാകും. പിന്നെ അവരുടെ പ്രോബ്ലംസ് നമ്മളോട് ഷെയർ ചെയ്യാതെ ആകും. പിന്നെയും തുടരുകയാണെങ്കിൽ വെറുപ്പാവും, വഴക്കാവും. അപ്പോൾ ഈ റൂൾസ് പുരുഷന്മാരോട് ഇടപെടുമ്പോൾ ശ്രദ്ധിച്ച നമുക്ക് നല്ലൊരു എഫക്റ്റ് തന്നെ കിട്ടും. അപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഫസ്റ്റത്തെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപദേശം ചോദിക്കുകയാണെങ്കിൽ മാത്രം കൊടുക്കുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കാൻ പഠിക്കുക. വായടച്ച് മിണ്ടാതിരിക്കാൻ പഠിച്ചേ പറ്റൂ. ബുദ്ധിമുട്ടാണ്, പക്ഷെ പഠിച്ചേ പറ്റൂ. ഇനി രണ്ടാമത്തെ കാര്യം, പുരുഷന്മാര് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അവർ ഒറ്റയ്ക്ക് സൊല്യൂഷൻ കണ്ടെത്തും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അവരിപ്പോൾ പുതിയ ജോബിന് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കാതെ അവർ ആ ചെയ്യുന്ന പ്രോസസ്സിനെ, ആ ചെയ്യുന്ന അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ്സിനെ കാണുക, അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക. പിന്നെ ഇത് സ്കൂളിൽ നമ്മൾ കേട്ടെഴുത്തൊന്നും അല്ലല്ലോ. നമ്മൾ തെറ്റ്, ശരി, റോങ്, റൈറ്റ് എന്നൊക്കെ പറയാൻ ഇത് കേട്ടെഴുത്തൊന്നും അല്ലല്ലോ, ലൈഫല്ലേ. അപ്പോൾ കുറച്ച് നന്നായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക. തെറ്റ് ശരി കണ്ടുപിടിച്ച് ആ ഒരു കണ്ണങ്ങോട്ട് മാറ്റി വെക്കുക. നമ്മൾ ടീച്ചേഴ്സ് ഒന്നും അല്ലല്ലോ, നമ്മൾ പാർട്ട്നേഴ്സ് അല്ലേ. പിന്നെ ഒരുപാട് സ്നേഹിക്കുക. അപ്പോൾ ഒക്കെ ശരിയായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.